മികച്ച സിബിൽ സ്കോർ നേടാമെന്നാണ് ഇപ്പോൾ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത്. കുറഞ്ഞ പലിശയിൽ വായ്പകൾ നേടിത്തരാൻ മികച്ച സിബിൽ സ്കോറിന് കഴിയും. മുൻകാല സാമ്പത്തിക ബാധ്യതകളുടെയും അവയുടെ തിരിച്ചടവുകളുടെയും അടിസ്ഥാനത്തിൽ വ്യക്തികൾക്ക് നൽകുന്ന ക്രെഡിറ്റ് സ്കോറാണ് സിബിൽ. നിങ്ങളുടെ ക്രെഡിറ്റ് ചരിത്രം, റേറ്റിംഗ്, റിപ്പോർട്ട് എന്നിവയുടെ 3 അക്ക സംഖ്യാ സംഗ്രഹണമാണ് ഈ സ്കോർ. 300 മുതൽ 900 വരെ റേഞ്ചിൽ വരുന്ന സംഖ്യയാണിത്. സ്കോർ 900-നോട് അടുക്കുന്തോറും ക്രെഡിറ്റ് റേറ്റിംഗ് മികച്ചതാകും. നിങ്ങൾ പേയ്മെന്റുകൾ ശരിയായി നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും പേയ്മെന്റ് മുടങ്ങിയിട്ടുണ്ടോ? ഇതൊക്കെയാണ് സിബിൽ സ്കോർ നിർണ്ണയിക്കുന്നതിൽ പ്രധാനം. അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയാണ് നിങ്ങളുടെ സിബിൽ സ്കോർ പ്രധാനമായും നിർണ്ണയിക്കുന്നതെന്ന് പറയാം. വായ്പകൾ ലഭ്യമാക്കുന്നതിന് അപേക്ഷകന്റെ സിബിൽ സ്കോറിന് വലിയ പങ്കുണ്ട്. സ്വകാര്യ ഏജൻസി നിശ്ചയിക്കുന്ന സിബിൽ സ്കോർ മോശമാണെങ്കിൽ ബാങ്കുകളിൽ നിന്ന് വായ്പ കിട്ടാത്ത സാഹചര്യമുണ്ട്. അടവൊന്നു മുടങ്ങിയാൽ സിബിൽ സ്കോർ കുത്തനെ കുറയുകയും ചെയ്യും. വായ്പ എടുക്കാൻ പോകുന്നവർക്ക് ഇത് തിരിച്ചടിയാകുമെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ. സാധാരണക്കാരെയാണ് ഇത് ഏറ്റവും അധികം ബാധിക്കുക. സിബിൽ സ്കോർ കുറവെന്ന കാരണത്താൽ വായ്പ നിഷേധിക്കപ്പെട്ട കഷ്ടപ്പെടുന്നവർ നിരവധിയാണ്. ബാങ്കുകളിൽ നിന്നും ലോൺ ലഭിക്കാതെ വരുമ്പോൾ പലിശക്കാരിൽ അഭയം തേടും. ലോൺ ആപ്പുകളുടെ വലയിലും ജീവിതം കുടുങ്ങും. അങ്ങനെ ഭീമമായ കടക്കെണിയിൽ അകപ്പെട്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ച എത്രയെത്ര കുടുംബങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പൊതുമേഖലാ ബാങ്കുകളിലെ ജോലിക്ക് ഇപ്പോൾ സിബിൽ സ്കോറും മാനദണ്ഡമാണ്. ബാങ്ക് ഓഫ് ബറോഡ ഇതിനോടകം തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞു. ഓഫീസ് അസിസ്റ്റന്റ്, പ്യൂൺ വിജ്ഞാപനത്തിലാണ് സിബിൽ സ്കോറും മാനദണ്ഡമാകുന്നത്. സിബിൽ സ്കോർ മിനിമം 650 അതിനു മുകളിലോ വേണമെന്നാണ് നിബന്ധന. ജോലിയിൽ കയറും മുമ്പ് സിബിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണം. സിബിൽ പ്രതികൂലമായുള്ളവർ കുടിശ്ശികയില്ലെന്ന് ബന്ധപ്പെട്ട ബാങ്കിൽ നിന്നുള്ള NOC ഹാജരാക്കണം. ഇതില്ലാത്ത പക്ഷം നിയമന ശുപാർശ പിൻവലിക്കാനോ റദ്ദാക്കാനോ ബാങ്കിന് അധികാരമുണ്ട്. വ്യാപാര മേഖലയും സിബിൽ സ്കോറിൽ പ്രതിസന്ധിയിലാണ്. കോവിഡ് കാലത്ത് വ്യാപാര മേഖല സ്തംഭിച്ചതോടെ പലരുടെയും ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയിരുന്നു. അന്നിടുന്ന സിബിൽ സ്കോറിൽ വലയുന്ന വ്യാപാരികൾ നിരവധിയാണ്. സ്ഥിര വരുമാനം ഇല്ലാത്തവർക്ക് സ്കോറുമില്ല, ലോണുമില്ല. കല്യാണത്തിന് മുൻപ് ചിലർ പൊരുത്തം നോക്കാറില്ലേ? ഇപ്പോൾ വധൂവരന്മാരുടെ സിബിൽ സ്കോറും നോക്കാറുണ്ട്. വരന് സിബിൽ സ്കോർ കുറവായതിന്റെ പേരിൽ വിവാഹം മുടങ്ങിയത് ഈ അടുത്ത് മുംബൈയിലാണ്. കോർപ്പറേറ്റ് ഭീമന്മാരുടെയും വൻകിടക്കാരായ വ്യക്തികളുടെയും വ്യവസായികളുടെയും എല്ലാം ഭീമമായ കടങ്ങൾ എഴുതിത്തള്ളിയ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. വിവിധ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് 9,000 കോടി രൂപ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോഴും അന്വേഷണം നേരിടുന്നയാളാണ് വിജയ് മല്യ. 2016-ൽ ഇന്ത്യ വിട്ട മല്യ ഇപ്പോൾ UK-യിലാണുള്ളത്. സാമ്പത്തിക കുറ്റകൃത്യ കേസിൽ അന്വേഷണം നേരിട്ടതോടെ രാജ്യം വിട്ട IPL മുൻ മേധാവി ലളിത് മോദിയും നമുക്ക് മുന്നിലുണ്ട്. നീരവ് മോദി, നീഷൽ മോദി, മെഹുൽ ചോക്സി, നിതിൻ സന്ദേശര, ചേതൻ സന്ദേശര, ജതിൻ മെഹത്ത, സഞ്ജയ് ഭണ്ഡാരി, ദീപക് തൽവാർ, വിക്രം കോത്താരി, സൗമിത് ചേന, VR പട്ടേൽ, സുനിൽ രമേശ് രൂപാണി, സുരേന്ദർ, അങ്ങനെ എത്രയെത്ര പേരുകൾ. ഒരു വശത്ത് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി പ്രമുഖർ രാജ്യം വിടുമ്പോൾ മറുവശത്ത് സിബിൽ സ്കോറിൽ കണ്ണുനട്ടിരിക്കുകയാണ് സാധാരണക്കാർ.